ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഞാനങ്ങനെ ഓൺ വോയിസ് ഒന്നും എടുത്തിട്ടില്ലല്ലോ. മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മറ്റേ നോയ്സ് ഒക്കെ ക്യാൻസൽ ചെയ്യാനൊക്കെ ഭയങ്കര പാടമായിക്കില്ലല്ലോ. പക്ഷേ ഇന്ന് നോക്കട്ടെ, ഞാൻ ഒരുപാട് നോയ്സ് ഇല്ലെങ്കിൽ ഞാൻ ഓൺ വോയിസ് തന്നെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. എനിക്ക് അങ്ങനെ എടുക്കാനാണ് സത്യം പറഞ്ഞാൽ ഇഷ്ടം. കാരണം വോയിസ് ഓവർ എടുക്കുമ്പോൾ നമുക്ക് അത്രയും ടൈം കളയണ്ടല്ലോ. ഇന്ന് ഞാൻ രാവിലെ എണീച്ച് നോക്കിയപ്പോൾ 5K സബ്സ്ക്രൈബേഴ്സായി. ഞാൻ 2-3 ദിവസം കൊണ്ട് വിചാരിച്ചിരിക്കുവോ ആകുമെന്ന്. അങ്ങനെ ഇന്ന് രാവിലെ എടുത്ത് നോക്കിയപ്പോൾ 5,000 ആയി. അയ്യോ, ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ആവണം അങ്ങനൊന്നും ഇല്ലായിരുന്നു. ചുമ്മാ വരുന്നു, വീഡിയോ ഇടുന്നു. എനിക്ക് ടൈം നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഇന്ന് ഇട്ടാൽ പിന്നെ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അതും ഷോർട്സ് ഒക്കെ, ഡാൻസിന്റെ വീഡിയോസും അങ്ങനെയൊക്കെ ആയിരുന്നു ഇടുന്നത്. ഇപ്പൊ കുറച്ച് നാൾ കൊണ്ടാണ് ആക്റ്റീവ്. എനിക്ക് ഈ ഒരു മേഖല അങ്ങോട്ടങ്ങ് ഇഷ്ടപ്പെട്ടു. എനിക്കറിയത്തില്ല ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എത്രത്തോളം ഓൺ വോയിസിൽ എടുക്കും എന്ന്. ഞാൻ പറ്റുന്ന അത്രയും ഞാൻ എടുക്കാം. ഞാൻ രാവിലെ എണീറ്റു, കട്ടൻ ചായ കുടിച്ചതേ ഉള്ളൂ. ഇനി കഴിക്കണം. അപ്പ അമ്പലത്തിൽ പോയേക്കുവാണ്. അപ്പം അപ്പ വന്നു കഴിഞ്ഞിട്ട് കഴിക്കും. പിന്നെ പനി കുറവുണ്ട്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മൂക്കടയുന്നതുകൊണ്ട് സൗണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ഞാൻ ഫാൻ ഇട്ടു, ചൂട് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഫാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അറിയത്തില്ല, ഫാൻ്റെ സൗണ്ട് ഉറപ്പായിട്ട് കാണുമായിരിക്കും. അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ എനിക്ക് കണ്ണിന് അലർജി ഉണ്ട്. അതുകൊണ്ട് രാവിലെ എണീക്കുമ്പോൾ ഇച്ചിരി ഇതാണ്. അതാ രാവിലെ എണീച്ചോണ്ട് വീഡിയോ എടുക്കാത്ത. ഇപ്പൊ ഇച്ചിരി കുഴപ്പമില്ലാണ്ടായിട്ടുണ്ട്. ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു രസമുണ്ട്. മറ്റേതാകുമ്പോൾ നമ്മൾ തിരിച്ചു വെച്ച്, അല്ലെങ്കിൽ പിന്നെ സ്റ്റാൻഡ് ഇവിടെ ഉണ്ട്. നോക്കട്ടെ, ഇനി കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ആണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ലൈവിൽ വരണൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ വിളിച്ച് 10K ഒക്കെ ആവട്ടെ. കുറച്ചു പേരെങ്കിലും വേണ്ടേ കാണാനൊക്കെ. അപ്പോൾ 10K ആവട്ടെ എന്ന് വിചാരിച്ചു. നമുക്കപ്പോൾ ഗീവ് അവേ ഒക്കെ ചെയ്യാം. കുറേ പേരുണ്ട് നല്ലതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരും കമന്റ് ഇടുന്നവരെ എനിക്കറിയത്തുള്ളൂ. അല്ലാതും കുറേ പേര് കാണും. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് മന്ത്ലി ഒക്കെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് പോലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, 10K ഒക്കെ ആവുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ വന്നിട്ട് പോയി കഴിക്കാം. അപ്പ വന്നു ഗൈസ്. പച്ചക്കറി കട ഫുള്ളുണ്ടല്ലോ. അന്നാ തേങ്ങ ചീത്തയായി പോയില്ലേ. നിങ്ങൾക്കൊക്കെ സംശയം കാണുമല്ലോ വീട്ടിൽ എപ്പോഴും ദോശയുള്ളൂ എന്ന്. പക്ഷെ അതാണ്ട, ഞാൻ ഇന്ന് കഴിച്ചത് ഇഡലിയായിരുന്നു. ഇഡലിയും സാമ്പാറും ചട്നിയും ഉണ്ടായിരുന്നു. ചട്നിയല്ല, ചട്നി പൊടിയായിരുന്നു ഉണ്ടായിരുന്നത്. താളിക്ക് വേണ്ടി ചെമ്പരത്തി വരയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെമ്പരത്തി വരയ്ക്കാൻ വന്നതാണ്. പക്ഷേ ഇത് പറിക്കുന്ന വീഡിയോ എടുക്കാൻ ആരുമില്ല. എല്ലാം ഇവിടെ എവിടെയെങ്കിലും വെച്ചാൽ അങ്ങോട്ട് സെറ്റ് ആവത്തില്ലല്ലോ. നോക്കട്ടെ, കുറച്ചെന്തായാലും ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ വെച്ചെടുക്കാൻ നോക്കാം. മഴ പെയ്ത് കഴിഞ്ഞതേ ഉള്ളതുകൊണ്ട് നല്ല വെള്ളമൊക്കെ എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. ഇല മിക്കതും പുഴു ഇങ്ങനെ ഓട്ടയിട്ട് വെച്ചേക്കുന്നു. അമ്മയ്ക്കും കൂടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചധികം എടുക്കാം. ഇടയ്ക്ക് കയറാനും പേടി, വല്ല ചേരെങ്ങാനും കാണുമെന്തോ. ഒറ്റ പൂവില്ല. അങ്ങനെ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തതല്ല. ചില ഇലയൊക്കെ ഇനിയിപ്പോൾ കഴുകുമ്പോൾ കളയാം. കഴുകണം. പൊടി മഴ പെയ്ത് കഴിഞ്ഞ് പൊടിയൊക്കെ കാണും ചിലപ്പോൾ. നോക്കാം, അമ്മയ്ക്ക് എന്ത് കുറച്ച് കൊടുക്കാം. കുറച്ച് പൂവും കൂടെ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. നോക്കട്ടെ, വേറെ അപ്പുറത്ത് വേറെ ചെടി ഉണ്ട്, അതും കൂടെ നോക്കാം. അങ്ങനെ ഇലയൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് മീൻസ് വാഷൊക്കെ ചെയ്തു നല്ലതായിട്ട്. എന്നിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇച്ചിരി വെള്ളം ചേർത്താണ് അരച്ചെടുത്തത്. ഇനി നമുക്ക് ആൽപ്സ് ഗുഡ്നസിൻ്റെ എസൻഷ്യൽ ഓയിലും ഉണ്ട്, അത് 2 ഡ്രോപ്സ് വല്ലതും ചേർക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി, പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ എപ്പോൾ ഇത് ചേർത്താലും കറക്റ്റ് അയ്യോ വീഴുന്നില്ലല്ലോ.
അയ്യോ 4 തുള്ളി വീണു. കുഴപ്പമില്ല. എപ്പോഴും ഇതാ ഞാൻ പറയാൻ വന്നത്, 2 തുള്ളി ഒഴിക്കാമെന്ന് വിചാരിച്ചാലും അധികം പോകും. മൊത്തം ഇതിൻ്റെ മണമായി, ഒരു ചന്ദനത്തിരിയുടെ പോലത്തെ ഉള്ള വേറൊരു മണം. ഇനി മിക്സ് ചെയ്താൽ മതി, പിന്നെ തലയിൽ തേക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്തിട്ട് വരാം. മേളിൽ അമ്മ റെഡിയാവുന്നു. ഞാൻ ഇടയ്ക്ക് പോയി ഇന്ന് വീഡിയോ എടുത്ത് വഴക്ക് കേൾക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വിളിച്ച് താഴെ വന്നെടുക്കാമെന്ന്. ബാക്കിൽ ഡൈനിങ് ടേബിളും ഒക്കെ ഉണ്ട്, അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. താളി ഇടുന്നു പറഞ്ഞില്ലായിരുന്നു, അപ്പോൾ താളി ഇട്ട് കഴിഞ്ഞുള്ള ആഫ്റ്ററാണ്, ബിഫോർ ഞാൻ കാണിച്ചില്ല. ശരിയാ, കുഴപ്പമില്ല, ആഫ്റ്റർ കണ്ടോ തൽക്കാലം. മുടി നല്ല, എന്താണ് പറയേണ്ടത്, എന്തോ പറയേണ്ടതെന്ന് കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും നല്ല ഭയങ്കര ഒരു, നമുക്ക് തൊടുമ്പോൾ നല്ല സ്മൂത്തായിട്ട്, എന്നാൽ ഒരുപാടങ്ങ് ഷാമ്പു ഇടുന്നില്ല, ഓവറായിട്ട് പറഞ്ഞിട്ടുമില്ല. നല്ല ഹെൽത്തി ആയി മുടി. ഇടയ്ക്കിടയ്ക്ക് തേക്കാറുണ്ട്. ഡാർക്സ് ഗുഡ്നെസ്സിൻ്റെ എസൻഷ്യൽ ഓയിലൊക്കെ ഇടുന്നതുകൊണ്ട് ഒരുപാടങ്ങ് പറക്കില്ല. പക്ഷെ കൊള്ളാം, ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ നല്ലതാണ്, പക്ഷേ ചില സമയത്ത് മടി വരും. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് താടി തേക്കാൻ തോന്നും. കണ്ടോ മുടിയുടെ ഇവിടെയൊക്കെ കണ്ടോ? ഇപ്പോൾ എസൻഷ്യൽ ഓയിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലാണ്ട് തേച്ചാലും ഇതേപോലെയൊക്കെ ആയിരിക്കും. പക്ഷെ അതുണ്ടെങ്കിൽ ഒന്നും കൂടെ നമ്മുടെ ഗ്രോത്തിനെ, ഹെയർ ഗ്രോത്തിനെ ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യും. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. ഇത് തയ്പ്പിച്ചൊരു ഫ്രോക്കാണ്, കുറച്ച് വർഷമായി തയ്പ്പിച്ചിട്ട്. അപ്പോൾ ഇനി മുടി കെട്ടണം, അമ്പലത്തിൽ പോകണം, അത്രയേ ഉള്ളൂ. ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് വരാം. ഞാൻ പിന്നെയും മുകളിൽ വന്നിട്ടുണ്ട്. ഞാനിതെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കില്ലേ. ഞാൻ പിന്നെ അമ്മ താഴെ വന്നു, അപ്പോൾ ഞാൻ മേളിൽ ഫ്രീ ആണല്ലോ. ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പ്രശ്നമില്ലല്ലോ, പിന്നെ മിററും നല്ല വലിയതാണല്ലോ, അതുകൊണ്ടാണ് ഇവിടെ വന്നത്. മുടിയെ പോണിറ്റെയിലാണ് കിട്ടിയത്. പിന്നെ അമ്മ അതാണ്ട് ഡ്രസ്സിന് ചേർന്ന കളർ വള എടുത്തു തന്നു. സിമ്പിളായിട്ട് ഒടുങ്ങിയൊരു ചെറിയൊരു പൊട്ട് തൊട്ടു. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. കമ്മലിട്ടില്ല, നീല് ജിമിക്കാൻ താഴെ കൊണ്ടുവച്ചു. താഴെ പോയിട്ടിടാം. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അതാണ്ട് ഞാൻ പറഞ്ഞില്ലേ, നീല ജിമിക്ക. അതാകുമ്പോൾ ഡ്രസ്സിന് നല്ല ചേർന്ന വളയുമായി കമ്മലുമായി. ഇത് ഞാൻ സത്യം പറഞ്ഞ് കുറേ നേരം തപ്പേണ്ടി വന്നു. ഞാൻ എവിടെ കൊണ്ടുവച്ചു, പക്ഷെ എൻ്റെ ബാഗിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. കുറച്ചു നേരം തപ്പിയെങ്കിലും പിന്നെ എനിക്കിങ്ങനെ ഓർമ്മ വന്നു, കറക്റ്റ് ചേരുന്നത് കിട്ടി. ബണ്ണ് പക്ഷെ ഞാൻ ബ്ലാക്ക് ബണ്ണാണ് ഇട്ടത്. ബ്ലൂ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല, ബ്ലാക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അമ്പലത്തിൽ പോകാൻ റെഡിയായി. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് വേണം എനിക്ക് ഇന്നത്തെ ഡെയിലി വ്ലോഗ് ഇടാൻ. അതായത് നിങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് കാണുമ്പോൾ തലേ ദിവസത്തെ ആയിരിക്കും ഞാൻ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പം അന്നത്തെ ഡെയിലി വ്ലോഗ് ഇടണ്ടേ, അപ്പം അതിന് വേണ്ടി വന്നിട്ട് വേഗം ഇടണം. അപ്പം അത്രയേ ഉള്ളൂ. അമ്പലത്തിൽ പോകുന്ന വഴിക്ക് എന്തെങ്കിലും എടുക്കുവാണെങ്കിൽ അത് കാണാം, ഇല്ലെങ്കിൽ അമ്പലത്തിലെ വിഷ്വൽസ് കാണാം. അപ്പോൾ ഓക്കേ. അമ്മ എവിടെന്നോ കാട്ടിന്നാണോ അമ്മേ മതിലിൻ്റെ സൈഡിൽ നിന്നെങ്ങാണ്ട് പറിച്ചു തന്ന പൂവ. പക്ഷെ കൊള്ളാം. അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ്, കാട് പോലെയൊക്കെ തോന്നും. വാഴ ഓണത്തിനുള്ള വാഴയാന്ന് തോന്നുന്നല്ലേ. ഓ, ഇവിടെ അന്ന് മഴ സമയത്ത് വന്നപ്പോ എന്ത് ചെളിയായിരുന്നല്ലേ. ഇപ്പൊ വൃത്തിയായി. നമ്മൾ പണ്ട് ഇവിടെ ഡാൻസ് എടുക്കാൻ വരത്തില്ലായിരുന്നോ? ഇനി വരാം അമ്മേ, കേട്ടോ? ശരി. ഇവിടെ ഇപ്പൊ അന്ന് ചെളിയായ ശേഷം നമ്മള് പിന്നെ കൊള്ളാം, കൊലയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പുറത്തും ഉണ്ട് ഗൈസ്. അതെങ്ങനെ മനസ്സിലായി എത്തനാന്ന്? അല്ല, ഇത് മനസ്സിലായി, എന്നാലും എല്ലാം അതാവുന്ന ഇത്ര ഉറപ്പ് എന്താ? വെളിച്ചെണ്ണ റെക്കോർഡ് വരും. ഇപ്പൊ 600 രൂപയാണ്.
നമുക്ക് ചിപ്സ് ഓണത്തിന് വില കൂടി 80 രൂപ കൂട്ടി. ഓണത്തിന് വാങ്ങുവോ ഉണ്ടാക്കുവോ? ഫ്രീ ആയിട്ട് ഒരു പണി ഉണ്ടാക്കും. അല്ലാതെ അയ്യോ ഓ ഇവിടെ ഇതാക്കിയില്ല. പിന്നെ പാലും ഇതൊക്കെ മേടിക്കുന്ന കാരണം ഒരു ചിപ്സ് ഫ്രീ ആയിട്ട് തരുമോ? ചിപ്സ് തരത്തില്ല, അവര് വേറെ എന്തെങ്കിലും തരും. കഴിഞ്ഞ പ്രാവശ്യം ശർക്കര വരട്ടിയും തന്നു. ബിസ്ക്കറ്റും മടി ഒരു ഒക്കെ പോയി വരാനൊക്കെ അടച്ചടി. എന്തായാലും നമ്മളിപ്പോൾ നമുക്ക് അപ്പുറത്ത് പോകാം. ശരിക്കും എഴുതാൻ മറന്നു വീഡിയോ എടുത്തപ്പോ. നിങ്ങൾ അമ്പലത്തിലെ വീഡിയോസൊക്കെ ചെറുതായിട്ട് കണ്ടു കാണുമല്ലോ. മഴയായിരുന്നു, ഞങ്ങൾ പോയി പകുതി എത്തിയപ്പോഴും നല്ല മഴ. ഞങ്ങൾ ഒരു കുട എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് കുറേയൊക്കെ അങ്ങ് നനഞ്ഞു. ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയെല്ലാം മാറിയായിരുന്നു. പിന്നെ അവിടെ തോടൊക്കെ ഉണ്ട്, ഞങ്ങൾ വീഡിയോ കണ്ടു കാണുമല്ലോ. തിരിച്ചു വന്നപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. എത്രത്തോളം ലെങ്ത് ഉണ്ടെന്നും എങ്ങനെ ആവുന്നൊന്നും അറിയില്ല, എന്നാലും നോക്കാം, എഡിറ്റ് ചെയ്ത് വരുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് കുറേ ഇൻട്രസ്റ്റിംഗ് വീഡിയോസൊക്കെ ചെയ്യണം ഇനി വരുമ്പോൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഡു സബ്സ്ക്രൈബ്. ബൈ.